ദേ നവാലാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ പോപ്സിക്കിൾ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എവിടെ വേണേലും വെക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അതിന് ഇന്ന സ്ഥലമൊന്നുമില്ല. കിച്ചണിൽ വേണേലും കൊണ്ടുവെക്കാം, ഓഫീസിൽ, സ്കൂളിൽ, സ്റ്റഡി ടേബിളിൽ, എവിടെ വേണേലും വെക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഈ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടൊരു 4-5 മാസമായി. ശരിക്കും പറഞ്ഞാൽ ഡിസംബർ 28-ന് ഉണ്ടാക്കിയതാണ്. ന്യൂ ഇയർ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജാനിൽ തന്നെ ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ. ഈ ഒരു വർഷം എപ്പോൾ വേണേലും ഇട്ടാൽ പോരെ. എൻ്റെ ഒരു മടിയുടെ ഒരു എക്സ്ട്രീം ലെവൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു 4-5 മാസമായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. പക്ഷെ അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള മടി കാരണം അത് അവിടെ അങ്ങനെ ആയിപ്പോയതാണ്. ഇപ്പോൾ ആ മടി പയ്യെ പയ്യെ കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇടാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് കുറച്ചൊരു ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി തൊട്ട് നമുക്ക് ട്യൂസ്ഡേയും കൂടെ വീഡിയോ ഇടാം. പഴയ പോലെ തന്നെ ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ യു എ ടൈം 3:30 നമ്മൾ ട്യൂസ്ഡേയും തേഴ്സ്ഡേ ആണ് കേട്ടോ ഇനി തൊട്ട് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇതേപോലത്തെ പോപ്സിക്കിൾ സ്റ്റിക്സ് ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഈ ഒരു ചെറിയ ചെറിയ പോപ്സിക്കിളിന് പകരമായിട്ട് ചെറിയ ചെറിയ കാർഡ്ബോർഡ് പീസസ് വെച്ചിട്ട് അറേഞ്ച് ചെയ്തെടുത്താലും മതി. പിന്നെ ഇതിപ്പോൾ കലണ്ടർ അല്ലാതെ തന്നെ നമുക്ക് ഫോട്ടോസ് വെക്കാനായിട്ടുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ടേബിളിൽ, സ്റ്റഡി ടേബിളിലൊക്കെ വേണമെങ്കിൽ ഫോട്ടോസൊക്കെ വെക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ബേസിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാൻ ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു മോൾഡൊക്കെ ഇല്ലേ, അതിനകത്ത് ക്ലേ വെച്ചിട്ട് ഇതേപോലെ കുറച്ച് സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. അത് ഹാപ്പി ബർത്ത്ഡേയുടെ മോൾഡാണ് കേട്ടോ. അപ്പോൾ അതിൽ ന്യൂ ഇയർ എന്തായാലും കിട്ടില്ല. അപ്പം ഞാൻ ഹാപ്പി ഡേ 2025 എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മുടെ ബേസിലേക്ക് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ നമുക്കിതൊന്ന് കളറാക്കി എടുക്കണം. ആ ഒരു ബേസിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ടീൽ ബ്ലൂ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു കളർ യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഇത്തവണ വെക്കേഷന് പോയിട്ട് വന്നപ്പോൾ വാങ്ങി വെച്ചതാണ്. ഇപ്പോഴാണ് ഒന്ന് പുറത്തെടുത്തത്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്റ്റ് എല്ലാം ഒന്ന് വൈറ്റ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ 2-3 ഹാർട്ടിന് പിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാൻ മേഡം എത്തിയിട്ടുണ്ട്. യെല്ലോ കളർ കംപ്ലീറ്റ് ആയിട്ട് മേഡം കളർ ചെയ്ത് തന്നു. പിന്നെ ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പിങ്കിന് മാച്ചിങ് ആയിട്ട് ഒരു പിങ്ക് ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇലയും. പിന്നെ ഞാനിവിടെ ജാൻ ഫെബ് എല്ലാം പ്രിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ വെച്ച് കൊടുത്ത് സംഭവം മൊത്തത്തിൽ കാണാനായിട്ട് രസമുണ്ട് കേട്ടോ. ആ ഒരു പൂവും ഹാർട്ടിൻ്റെ പിങ്കും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഓരോ മാസവും ഇതേപോലെ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. കുറച്ച് ലേറ്റ് ആയാലും വോളിൽ കെട്ടി തൂക്കാൻ വേണ്ടിയിട്ട് ത്രെഡ് കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഇൻഷാല്ലാ ട്യൂസ്ഡേ കാണാം. ബൈ.